ഞങ്ങളും ഇടയ്ക്ക് പിണക്കുണ്ടാവാറുണ്ട്, ചില സൗന്ദര്യ പിണക്കുണ്ടാവാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇറങ്ങി പോവാറുണ്ട്, ആഷി കൂടെ വരാറുണ്ട്, പോലെ വരും. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടാറുണ്ട്, അതൊക്കെ ഉണ്ടാവാറുണ്ട്. ചായയിൽ ഞാൻ ചിലപ്പോൾ പഞ്ചസാരക്ക് പകരം ഞാൻ ഉപ്പിട്ട് കൊടുക്കും. അയ്യോ. തമാശക്ക്. അവനും ഇതേപോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യും, പ്രാങ്ക് ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നോർമലി നടക്കുന്ന പോലെ അത്ര ഒരു ഞങ്ങൾക്ക് പിന്നീട് ഓർത്തിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ജാസിന് ഏറ്റവും ഒരു റിഗ്രറ്റ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? വൺ തിങ് ദാറ്റ് യു റിഗ്രറ്റ്. അങ്ങനെ ഒന്ന് കല്യാണം, രണ്ടാമത് ഞാൻ വെറുതെ എക്സ്പ്ലനേഷൻ എന്തിനാ കൊടുക്കുന്നതെന്നുള്ളത് തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്തിനാ വെറുതെ പറയുന്നവരത് പറയട്ടെ. എന്തിനാണ് ഞാൻ അതിപ്പോൾ ഈ ഉമ്മാൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കുറേ കാര്യങ്ങളാണെങ്കിലും ഇവർ പറയുന്ന എല്ലാ കളവിനും ഞാൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടേയിരിക്കും. എവിടെ? ഇൻസ്റ്റയിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ ഇവൻ ആഷി പറയും, നീ എന്തിനാ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, നിന്നെ അറിയുന്നവർക്ക് അറിയാലോ, നീ ഇത് പറഞ്ഞ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ആഷി പറയും. എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ ആൾക്കാർ പറയും. അപ്പോൾ ഞാൻ കുറേയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തത് വേണ്ടായിരുന്നു, എന്തിനാ വെറുതെ അത് അങ്ങനെ വിട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇവൻ ഇമ്മാൻ്റെ സീനാണെങ്കിലും അല്ലെങ്കിൽ മുമ്പ് ഈ ലുലുവിൻ്റെ കാര്യം, അതൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഞാൻ ഒന്നും കൊടുക്കണ്ട, അത് അങ്ങനെ ചുമ്മാ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ അവിടുത്തെ ഒരു ഗ്യാങ്ങും പിന്നെ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ഗ്യാങ്ങും ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ ബാഡ് കമൻറ്റ്സ് വരികയും അവിടെ നിന്ന് നിങ്ങൾ തിരിച്ച് ബാഡ് കമൻറ്റ്സ് കൊടുക്കുന്നതും, അത് എന്തായിരുന്നു അപ്പോൾ പ്രശ്നം? അത് എന്താണ്, നോർമലി ഇപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാം കിട എന്നുള്ള ഒരു വാക്ക് അതിനാണ് തുടങ്ങിയത്. ആ ഒരു പ്രശ്നം വെച്ചിട്ടാണ് ഇത് ഇത്രയും തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എനിക്ക് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഓൾറെഡി ഇങ്ങനെ എൻ്റെ പറയുന്ന ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഭയങ്കര വിഷമമായി. എനിക്കിങ്ങനെ എല്ലാവരും വന്ന് എന്നെ പറഞ്ഞപ്പോൾ നീ അങ്ങനെ അത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര